ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒരേ സമയം ഞെട്ടിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്ത ഒന്നാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായ വെടിനിർത്തൽ എന്നാണ് പ്രഖ്യാപിച്ചത്. എല്ലാം അതിന്റെ രീതിയിൽ നടക്കുമെന്ന അനുമാനത്തിൽ 12 ദിവസത്തെ യുദ്ധം എന്ന് വിളിക്കപ്പെടേണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ കരുത്തും ധൈര്യവും ബുദ്ധിശക്തിയും കാണിച്ചതിന് ഇസ്രായേലിനെയും ഇറാനെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ഇറാൻ ആക്രമണം നിർത്തിവെക്കുന്നതോടെ വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തും. 24 മണിക്കൂറിന് ശേഷം ഇരുപക്ഷവും ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കും. മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി ഖത്തർ അമീർ ചെയ്ത എല്ലാത്തിനും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിലെ പ്രഖ്യാപനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമതാവളമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ ഒരു ഡസനോളം ഹ്രസ്വദൂര ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് ഇറാനികൾ ഖത്തറികൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്ടൈൽ ഒഴികെ ബാക്കിയെല്ലാം വെടിവെച്ച് വീഴ്ത്താൻ ഖത്തറിന് സാധിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കുമില്ല. ഖത്തറിന്റെ നിലപാടുകൾ നല്ല അയൽപക്ക സൗഹൃദത്തോടുള്ള പ്രതിബദ്ധത, പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ മധ്യസ്ഥത വഹിക്കാനുള്ള സമീപനം എന്നിവ കണക്കിലെടുത്ത് ഖത്തർ സർക്കാർ ആക്രമണത്തെ സർപ്രൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ വെടിനിർത്തലിൽ ഖത്തർ എന്ത് പങ്കാണ് വഹിച്ചത്? പശ്ചിമേഷ്യയിൽ ഖത്തർ ഒരു പ്രധാന ചർച്ചാ കേന്ദ്രമായി എങ്ങനെ ഉയർന്നു വന്നു നോക്കാം. വെടിനിർത്തലിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചതായി പറയപ്പെടുന്നു. വെടിനിർത്തലിനായി ട്രംപ് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചു. പിന്നാലെ ട്രംപ് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുമായി സംസാരിച്ചിരുന്നു. ഒരു വെടിനിർത്തലിന്റെ ആവശ്യകത ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ഇറാനെ ബോധ്യപ്പെടുത്താൻ സഹായം ആവശ്യമാണെന്ന് ട്രംപ് ഖത്തർ അമീറിനോട് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് ടെഹ്റാനിലെ മുതിർന്ന വ്യക്തികളുടെ സമ്മതം നേടാൻ ഖത്തർ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഖത്തർ അമീറിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. ഖത്തറും ഇറാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന് വേണ്ടി ഇറാനുമായി മധ്യസ്ഥത വഹിക്കാൻ ട്രംപും വാൻസും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ഖത്തറുമായി ബന്ധപ്പെട്ടതിൽ അർത്ഥവുമുണ്ട്. US വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണം ജനവാസ മേഖലകളെ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് ഇറാന്റെ സുപ്രീം കൗൺസിൽ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. സൗഹൃദപരവും സാഹോദര്യപരവുമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനതയ്ക്കും ഈ നടപടി ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല. ഖത്തറുമായുള്ള ഊഷ്മളവും ചരിത്രപരവുമായ ബന്ധം നിലനിർത്തുന്നതിനും തുടരുന്നതിനും ഇസ്ലാമിക് റവല്യൂഷണറി ഓഫ് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൗൺസിൽ പറഞ്ഞു. എന്നാൽ അൽത്താനി കുടുംബം ഭരിക്കുന്ന ഖത്തർ പശ്ചിമേഷ്യയിൽ ഒരു പ്രധാന ചർച്ചാ കേന്ദ്രമായി ഉയർന്നു വരുന്നത് ഇതാദ്യമായല്ല. എണ്ണ സമ്പന്നമായ ശക്തമായ രാഷ്ട്രം പതിറ്റാണ്ടുകളായി ഈ പങ്ക് വഹിച്ചിരുന്നു. 2025 ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് സഹായിച്ച രാജ്യങ്ങളിൽ ഖത്തർ ഉൾപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അത് നീണ്ടു നിന്നില്ല. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയിരുന്ന ചിലരെ മോചിപ്പിക്കുന്നതിൽ ഖത്തർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സുഡാൻ ആഭ്യന്തര യുദ്ധത്തിൽ ഖത്തർ മുൻപ് 2 വെടിനിർത്തൽ കരാറുകൾക്ക് ചർച്ചകൾ നടത്തിയിരുന്നു. 2011 ദോഹ കരാറും 2020 ജൂബ കരാറും. 2020 US-ഉം താലിബാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിലും ഖത്തർ സഹായിച്ചു. ഇസ്രായേലും ലെബനൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിലും ഖത്തർ സഹായിച്ചു. പലസ്തീനെയും സഹായിച്ചു. യുക്രൈനും റഷ്യയും തമ്മിൽ ധാരണയിലെത്താൻ ഖത്തർ സഹായിക്കാനും ശ്രമിച്ചു. 2023 ഓഗസ്റ്റിൽ ഇരു രാജ്യങ്ങളും പരോക്ഷ വെടിനിർത്തൽ ചർച്ചകളുടെ വക്കിലാണെന്ന് പറയപ്പെടുന്നു. യുക്രൈനിൽ നിന്നുള്ള 10 പേർ ഉൾപ്പെടെ ഇരുവശത്തു നിന്നും കൊണ്ടുപോയ 1 ഡസനിലധികം കുട്ടികളെ മോചിപ്പിക്കാൻ ഇത് സഹായിച്ചു. 2023 ദീർഘകാല ശത്രുവായ വെനസ്വേലയുമായി രഹസ്യ ചർച്ച നടത്താൻ ഖത്തർ US-നെ സഹായിച്ചിരുന്നു. 2022 മധ്യ ആഫ്രിക്കയിലെ ഛാഡിൽ ഖത്തർ 40 പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സമാധാനത്തിനായുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ സഹായിച്ചു. 2008 ലെബനൻ സർക്കാരിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ഒത്തുതീർപ്പ് ഉറപ്പിക്കാൻ ഖത്തർ സഹായിച്ചു. അതിന്റെ ഫലമായി ഒരു ആഭ്യന്തര യുദ്ധം തന്നെ ഒഴിവാക്കപ്പെട്ടു. പടിഞ്ഞാറൻ കിഴക്കൻ രാജ്യങ്ങളും ഖത്തറിനെ വിശ്വസ്ത പങ്കാളിയായിട്ടാണ് കാണുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മുതൽ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ്, ട്യൂണീഷ്യ, യമൻ, സിറിയ എന്നിവിടങ്ങളിലെ വിപ്ലവ ഗ്രൂപ്പുകൾ വരെയുള്ള ഖത്തറിന്റെ വിപുലമായ ബന്ധങ്ങളുടെയും സ്വാധീനത്തിന്റെയും ശൃംഖലകൾ പടിഞ്ഞാറിനും കിഴക്കിനും ഇടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ഖത്തറിനെ സ്ഥാനപ്പെടുത്തുന്നുവെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. വിശ്വസനീയമായ ഒരു ചർച്ചക്കാരനെന്ന നിലയിൽ ഖത്തറിന്റെ പദവി എന്നും അവരുടെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്.